ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്നാസ് കിച്ചൻ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു പലഹാരം തന്നെയാണ് ഉഴുന്നുവട. പക്ഷേ പലരും ഉണ്ടാക്കിയിട്ടത് നന്നാവുന്നില്ല എന്നൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ റെസിപ്പി ഒന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു ഗുണ്ടുമണി പോലത്തെ ഉഴുന്നുവടയും അതോടൊപ്പം തന്നെ നല്ലൊരു ചട്നിയും കൂടെ എല്ലാ റെസിപ്പിയൊന്നും നമുക്ക് കാണാം. അപ്പോൾ അതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനുള്ള ഉഴുന്ന് എടുക്കുകയാണെങ്കിൽ ഒരു 1.5 കപ്പ് അളവിലെടുത്താൽ മതിയാവും. അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ പൊട്ടിയ ഉഴുന്നാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 2 കപ്പ് അളവിലെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് കഴുകിയ ശേഷം കുതിർത്ത് വെക്കുക. നന്നായി കഴുകിയ ശേഷം തന്നെ കുതിർത്ത് വെക്കുക. കാരണം അല്ലെങ്കിൽ ഇതിൻ്റെ പൊടിയൊക്കെ ഉണ്ടാവും. പിന്നെ നമുക്ക് ആ വെള്ളം വേണമെങ്കിൽ എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇതിപ്പോൾ ഒരു 3 മണിക്കൂർ ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രി ഇടുകയാണെങ്കിൽ അത്രയും നല്ലതാട്ടോ. എന്നാൽ പിന്നെ നമുക്ക് രാവിലെ എടുത്ത് അരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് വെള്ളമൊക്കെ ഒന്ന് വാരാൻ വേണ്ടിയിട്ട് ഊറ്റി വെച്ചതാണ്. ഇനി നമുക്ക് വെള്ളം ഊറ്റിയെടുത്ത ശേഷം മാത്രം ഇത് മിക്സിയിൽ അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് ഇതുപോലെ ക്രഷ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ആ ഉഴുന്ന് കുതിർത്ത് വെച്ച വെള്ളം തന്നെയായിരുന്നു ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ വളരെ കുറച്ച് 2 ടേബിൾ സ്പൂൺ അളവിലൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. ഉഴുന്ന് നന്നായിട്ട് അരഞ്ഞ് കിട്ടണം. കണ്ടോ, ഇതിപ്പോൾ നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഉഴുന്നെല്ലാം ഞാൻ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉഴുന്ന് നന്നായിട്ട് പാകമായിട്ടുണ്ടോ നോക്കാൻ ഇതുപോലെ കുറച്ചെടുത്ത് നമ്മളൊരു വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് വെള്ളത്തിൽ ഇങ്ങനെ മേലെ പൊങ്ങിക്കെടുക്കും. അപ്പോൾ അതാണ് അതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. ഇനി ഇത് ഞാനൊന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. അതായത് ഈ മാവൊന്ന് നന്നായിട്ട് പുളിച്ച് പൊങ്ങി വരാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു 2-3 മണിക്കൂർ ഞാൻ ഈ മാവൊന്ന് അടിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് വേറെ ഒന്നും ചേർത്ത് കൊടുക്കണ്ട. ഈ മാവ് ഇങ്ങനെ തന്നെ ഒന്ന് അടച്ച ശേഷം ഒന്ന് മാറ്റി വെക്കുക. കണ്ടോ, ഇപ്പോൾ ഒരു 2-3 മണിക്കൂർ ഞാനിതുപോലെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എത്ര സമയം എടുക്കുമെന്ന് അറിയില്ല. അതുകൊണ്ട് ഞാൻ കറക്റ്റ് സമയം പറയാത്തത്. കാരണം നിങ്ങൾക്ക് ചൂടുള്ള ഭാഗത്തൊക്കെ വെക്കുന്നുണ്ട് ഇത് പെട്ടെന്ന് തന്നെ ഇതുപോലെ ആയി വരും. അപ്പോൾ ഈ മാവ് നന്നായിട്ടൊന്ന് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് റെഡി ആവട്ടെ. അപ്പോഴേക്ക് ഞാനിതിന് വേണ്ട ഒരു ചട്നി ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലോട്ട് ഒരു 2 സവോള, കുറച്ച് ഇഞ്ചി, ഒരു മീഡിയം സൈസ് തക്കാളി ഇതിലിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ഒരു 5 അല്ലി വെളുത്തുള്ളിയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് വേണ്ടത് ഇതിലോട്ട് കുറച്ച് മല്ലിയില അല്ലെങ്കിൽ പുതിനയില ചേർത്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കുക. ഇനി രണ്ടും കൂടി ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തത്. ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കളറിന് വേണ്ടിയാണ്. അപ്പോൾ എരിവ് കുറവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലോട്ട് കുറച്ച് ക്രഷ്ഡ് ചില്ലിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് മുളക് പൊടിയാണെങ്കിലോ എന്താണെങ്കിലും അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി നമുക്കിത് ചൂടാറിയ ശേഷം ഇത് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉഴുന്നും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്കൊരു കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് മൂത്ത് വന്നാൽ നമുക്ക് നേരത്തെ അരച്ച് വെച്ച മിക്സും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ വാട്ടിയെടുക്കുന്ന സമയത്ത് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മുടെ ചട്നി റെഡി ആയിട്ടോ. അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റാണ്. തേങ്ങ ഒന്നും ചേർക്കാതെ നമുക്ക് ഉഴുന്നുവടയുടെ ഒക്കെ കൂടെ കഴിക്കാനുള്ള ഒരു ചട്നിയാണ്. നല്ല പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. ചെറുതായി മുറിച്ചിട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കുറച്ച് ഇഞ്ചിയും അതുപോലെ തന്നെ ചെറുതായി മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ അളവിലാട്ടോ ഞാനിപ്പോൾ ഇവിടെ ഇഞ്ചി ചേർത്ത് കൊടുത്തത്. കുറച്ച് പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 4 പച്ചമുളക് ചെറുതായി മുറിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് ഒരു സവാള ചെറുതായി മുറിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാളയൊക്കെ ചേർക്കുമ്പോൾ നല്ല ചെറുതായിട്ട് തന്നെ മുറിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ.
പിന്നെ നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. അതുപോലെ തന്നെ കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നല്ല ലൂസായിട്ട് മാവ് നിൽക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ കുരുമുളക് അത് മുഴുവനായിട്ടുള്ളത് തന്നെ ചേർത്ത് കൊടുത്തത്, കാരണം എരിവിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ നിങ്ങൾ നേരത്തെ ചെയ്ത് വെക്കരുത്. നേരത്തെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതിൽ ഒരുപാട് ഓയിൽ കുടിക്കും നമ്മൾ പൊരിച്ചെടുക്കുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന കുറച്ച് മുൻപ് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കൈയൊന്ന് നന്നായിട്ട് നനച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു ബോൾ എടുക്കാം. അപ്പോൾ നമ്മളെ കൈ നന്നായിട്ടൊന്ന് നനച്ചെടുക്കുമ്പോൾ നമുക്കിത് നന്നായിട്ട് തന്നെ പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് കയ്യിൽ വെച്ചൊന്ന് പരത്തിയ ശേഷം ഇതിലൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നേരെ ഓയിലിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് കുറച്ച് ലൂസായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, കാരണം ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ഓരോ തവണ ഉണ്ടാക്കുമ്പോഴും കൈ നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം മാത്രം ഉണ്ടാക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പോവും, കയ്യിൽ നമുക്ക് ഓയിലോട്ട് ഇടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ കൈ ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് മാത്രം ഉഴുന്നുവട ഉണ്ടാക്കുക ഓരോ തവണ ഉണ്ടാക്കുമ്പോഴും. അല്ലെങ്കിൽ നമുക്ക് കയ്യിൽ നിന്നും വിട്ടു പോകാൻ ഇത് പ്രയാസമായിരിക്കും. അപ്പം ഞാനിത് ബാക്കിയുള്ള ഉഴുന്നുവടയൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പലഹാരം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഈവനിങ്ങിൽ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ രാത്രിയിൽ തന്നെ ഉഴുന്ന് അങ്ങോട്ട് കുതിർത്ത് വെക്കുക. രാവിലെ എണീറ്റ പാട് അതൊന്ന് അരച്ച് വെച്ച് കുറച്ച് സമയം വെക്കുകയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന സമയമാകുമ്പോഴേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും മാവൊക്കെ. അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റാട്ടോ, പുറമേ നല്ല ക്രിസ്പിയുമാണ്. അപ്പോൾ അത് കുറച്ച് സമയം വെച്ചാലും നമുക്ക് അങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉഴുന്നുവടയാണ്. അതുപോലെ തന്നെ ഈ ചട്നിയും കൂടെ ഇതിൻ്റെ കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. പിന്നെ ഞാനൊരു വൈറ്റ് ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് ആൽമണ്ട് ചട്നിയാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ കണ്ടോ, നല്ല ക്രിസ്പിയാണ് കേട്ടോ, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൺ.